ഹലോ, ഇതാണ് ഡൂവറിൻ്റെ 8 ഇഞ്ച് ചെയിൻസോ വരുന്നത്. ഇതിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ 2 ബാറ്ററി 2Hൻ്റെ 2 ബാറ്ററിയാണ് വരുന്നത്. ഒരു ബാറ്ററി നമുക്ക് 30 മിനിറ്റ്സോളം വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കയറ്റിയിടുക. അപ്പം ഇവിടെ ലോക്കാവും. റിമൂവ് ചെയ്യാനായിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ട് റിമൂവ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. അപ്പോൾ സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെറുതെ വർക്ക് ആവാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ. ഇത് പ്രസ് ചെയ്യുക. ഇതാണ് വർക്കാകുന്നത്. ഇതാണ് സേഫ്റ്റി ലോക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത്. വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. നമുക്ക് ഈ 2 സൈഡിലോട്ടും വരുന്നത് സേഫ്റ്റി ലോക്കിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ സ്വിച്ചിൻ്റെ. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യണമെന്നില്ല. ഇതിൽ മാത്രം പ്രസ് ചെയ്താൽ മതി. ഇത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഓയിൽ ടാങ്ക് വരുന്നത്. ഇത് സെൽഫ് ലൂബ്രിക്കേഷൻ ഉള്ള മെഷീനാണ് വരുന്നത്. നമ്മളിതിലേക്ക് എന്തെങ്കിലും ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള നമ്മൾ സൈക്കിൾ ചെയിനിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓയിൽ എന്തെങ്കിലും ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ടാങ്ക് ഫുള്ളാക്കണമെന്നില്ല, ഒരു ഹാഫ് ടാങ്ക് നിർത്തിയാലും മതി. അടച്ചു വെക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ളപ്പോൾ സെൽഫ് ആയിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തോളും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിനൊരു ഗാർഡായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് പൊങ്ങിപ്പൊക്കോളും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷനിങ് ആണ്. നമ്മൾ ചെയിൻ കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെയിൻ ലൂസായി പോകും ഇതുപോലെ. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി അത് ഈ മുകളിലത്തെ അഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ താഴത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ലൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ഇതിൽ കറക്റ്റാണ് ചെയിൻ ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇത് ലൂസാക്കി കൊടുക്കുക ആദ്യം, എന്നിട്ടാണ് നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെയിൻ ആദ്യ പൊസിഷനാണോ നോക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുരുങ്ങിപ്പോയി എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചെയിൻ റിമൂവ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ആദ്യം ഇത് അഴിക്കുക. രണ്ടാമത് ഈ താഴത്തെ ലൂസാക്കി ഇത് ഇവിടുന്ന് അഴിച്ച് മാറ്റി വെക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ ചെയിൻ്റെ സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ ഗൈഡ് ബാറാണ് വരുന്നത് 8 ഇഞ്ച്. നമുക്ക് ചെയിൻ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേ ഈ ചെയിൻ്റെ മൂർച്ചയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെയിൻ വാങ്ങിച്ച് നമ്മൾക്ക് ഇതിലേക്ക് ഇങ്ങനെ കോർത്തിട്ട് കൊടുക്കുക. ഇതിൽ ഈ രീതിയിലാണ് ചെയിൻ മാറ്റി കൊടുക്കേണ്ടത്. ചെയിൻ മാറുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വരുന്ന ചെറിയ പല്ലുകൾ എപ്പോഴും മുമ്പിലേക്ക് വരിക. സ്മോൾ ടൂത്താണ്